Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55 488 910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. رقت عيناي شوقا ولطيبة ذرفت عشقا فأتيت إلى حبيبي فاهتايا قلب ورفقا صلي على محمد السلام عليك يا رسول الله السلام عليك حبيبي يا نبي الله السلام عليك يا رسول الله السلام عليك حبيبي يا نبي الله يا رسول الله. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള KMCCയുടെ മറ്റു പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ ഇതിന് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ എല്ലാ നാട്ടിലെ എല്ലാ പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുന്ന പ്രവാസിയും ഇപ്പോൾ പ്രവാസി മണ്ഡലം ട്രഷറുമായ കുഞ്ഞാമുബേദിനെയാണ്. അതുപോലെ നമ്മൾക്ക് ഈ പരിപാടിയിലേക്ക് എല്ലാ മാധ്യമം അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സൗകര്യവും ചെയ്തു തരുന്ന നമ്മുടെ ഓഫീസ് സെക്രട്ടറി. നോമ്പ് 29 നാട്ടിൽ വെച്ച് 2000 രൂപ വെച്ച് 100 കുടുംബങ്ങൾക്ക് നമ്മൾ നൽകി വരുന്നു. ഈ പ്രാവശ്യം നമ്മൾ വിധവകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ തുടർന്നു വന്ന അതേ നമ്മൾ മുമ്പോട്ട് പ്രാബല്യത്തിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മളെ SSLC പാസ്സായ കുട്ടികൾക്കുള്ള ഒരു ഗിഫ്റ്റും അതുപോലെ വിധവ പെൻഷന്റെ ഉദ്ഘാടനമാണ്. 5 ലക്ഷം രൂപയും ഒരു വീടും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ആദ്യ ഗഡു എന്ന നിലയിൽ 4 ലക്ഷം രൂപ നമ്മൾ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തു. അതുപോലെ നമ്മുടെ KMCCയുടെ അവിടെയുള്ള അല്ലാമാന സോഷ്യൽ സ്കീം, കാരണം നമ്മുടെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഒരു സോഷ്യൽ സ്കീം എന്ന് പറയുന്ന ഒരു അതിൽ ഏകദേശം നമ്മളുടെ ആളുകൾ കാസർഗോഡിൽ നിന്ന് തന്നെ 500-600ഓളം പേര് അതിൽ പങ്കാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ 5000ഓളം പഞ്ചായത്തുകൾക്കും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മുടെ MSFന്റെ കുട്ടികൾക്ക് തുടർന്നുള്ള പഠനത്തിനാണ്. അതുപോലെ തന്നെ അതിൽ വെച്ച് നമ്മളുടെ മരണപ്പെട്ടു പോയ നാട്ടിലുള്ള വിധവകൾക്ക് 12ഓളം കുടുംബങ്ങൾക്ക് മുൻ കമ്മിറ്റി തുടർന്നു വന്ന പ്രവാസി കൈത്താങ്ങിന് പുറമെ വിധവ പെൻഷൻ, ആ വിധവ പെൻഷനാണ് ഇന്ന് ഇവിടെ നമ്മൾ നൽകാൻ പോകുന്നത്. അതോടൊപ്പം നമ്മുടെ നാട്ടിലും വിദേശത്തും SSLC പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള ഒരു കിറ്റും നമ്മൾ ഇവിടെ നൽകുകയാണ്. KMCCയുടെ പ്രവർത്തനം ഒരു കാലത്ത് മുസ്ലിം സമുദായം മുസ്ലിം സമുദായം വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോക്കമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ ഇംഗ്ലീഷ് പഠനം 6ാം ലിപികൾ പോലും അറിവുള്ള കേരളത്തിലുണ്ടാക്കി. അതുമാത്രം പഠിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് കുറേ
കാലം അങ്ങനെ തുടർന്ന് വന്ന് പിന്നീട് സീറ്റ് വാങ്ങുകയായ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായത് മുതൽ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും വിവിധ മുസ്ലിം മേഖലകളിൽ കോളേജുകളും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ മേഖലകളിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ അത് പണ്ടൊക്കെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന കൊല്ലം PKM മാത്രമായിരുന്നു. മുസ്ലിങ്ങൾ പഠിക്കണമെങ്കിൽ കൊല്ലം വിവിധ ഭാഗങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിലും സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് പെൺകുട്ടികളായിട്ടും വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് കണ്ടുവരുന്ന ഇന്നത്തെ വിദ്യാഭ്യാസപരമായ മുസ്ലിം സമുദായത്തിൻ്റെ മുന്നേറ്റത്തിന് കാരണം സ്വീകരിച്ചിട്ടുള്ളതായിരുന്നത് തർക്കമില്ല. കാരണം ഇന്ന് അധ്യാപകർ അറബി പഠനത്തിന് അധ്യാപകരാക്കി എന്നുള്ള ആരോപണം സ്ഥാപനങ്ങൾ ജമാഅത്തിൻ്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു സീറ്റ് ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കിട്ടാത്ത അവസ്ഥ. പൈസ ഉണ്ടെങ്കിൽ മാത്രം സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് എല്ലാ വിദ്യാഭ്യാസവും. ജമാഅത്തിൻ്റെതായാലും പ്രമുഖ വ്യക്തികളുടേതായാലും ഏത് പ്ലസ് വണ്ണിന് പോലും സീറ്റിന് 50,000 കൊടുക്കാതെ സീറ്റ് കിട്ടാത്ത സർക്കാരിൻ്റെ കയ്യിൽ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ജമാഅത്തുകളെയും അതുപോലെ തന്നെ അന്നത്തെ പ്രമുഖരെയും സമീപിച്ചുകൊണ്ട് ഭൂമിയും ശമ്പളവും സർക്കാർ നൽകാമെന്ന് വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് പല കാരണമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലേക്ക് നമുക്ക് വളർന്നു വരാൻ സാധിച്ചത് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ ഭരണത്തിപ്പോൾ പല വർഷങ്ങളായി ഇത് കൈകാര്യം ചെയ്തു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വിദ്യാഭ്യാസപരമായി വളരെ മുന്നേറാൻ കഴിഞ്ഞു. അതുപോലെ പ്രവാസി ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിൽ പോയ ആളുകളൊക്കെ പറയുന്നത് പോലെ 68 കാലഘട്ടത്തിൽ ഗൾഫിൽ പോയ ഒരാൾ എൻ്റെ ഷാർജയിൽ ഒരു സ്ഥലത്ത് ഒരു ജന്മത്തിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം മാറി അന്നത്തെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായി പ്രവാസികൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ രൂപയായിരുന്നു എഴുതുന്നതിന് 70കളിലെല്ലാം അല്ലേ ഇന്ത്യൻ രൂപ 73-ലാണ് യുഎക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഒന്നാണ് ദിനം. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായി അന്ന് പ്രവാസികൾ ഇങ്ങനെ ഒഴുകി പോകുന്ന സമയത്ത് സംഘടനയുടെ പേര് റീഡേഴ്സ് ഫോറം അങ്ങനത്തെ ഒരു ഫോറം ഉണ്ടാക്കുകയും അവരെ പ്രവാസികൾ അന്ന് സഹായിക്കാൻ അവർക്ക് താമസത്തിനും ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്കെല്ലാം വിദ്യാഭ്യാസത്തിന് വേണ്ട പ്രോത്സാഹനത്തിന് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തികയുമെന്ന് കൊണ്ടല്ല, ഒരു പ്രോത്സാഹനം നിങ്ങൾക്ക് ഇതിന് സപ്പോർട്ട് ഉണ്ട് എന്ന ഒരു പ്രോത്സാഹനമാണ് നിങ്ങളുടെ. എന്നാലും ചെറിയതല്ല, 15,000 രൂപ എന്ന് പറയുന്നത് ചെറിയ സംബന്ധിയൊന്നുമില്ല. ഒരു വേണ്ടി എന്ന് ഇവിടെ സംഘടിപ്പിച്ചത് വലിയൊരു കാര്യമാണ്. ഇതേപോലെ തന്നെ വിധവകളായ സ്ത്രീകൾ ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് ഒരു പെൻഷൻ പദ്ധതി അല്ല കുറേ ആളുകൾക്ക് നൽകാനും ഇപ്പം ബഹ്റിൻ KMCC മറ്റ് KMCCകളും എല്ലാ സഹായങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കൂടി നല്ലൊരു സഹായം മുസ്ലിം സമുദായത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഇന്ന് പഴയതുപോലെ ഒരു പട്ടിണി ഇന്ന് കിടക്കേണ്ട സംഘടനയായ KMCC മാത്രമാണ്. മറ്റ് എല്ലാം ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന BJPയുടെ പ്രവാസി സംഘടനയ്ക്ക് പോലും ഇതുപോലെ ഒരു കുറിച്ച് നോക്കാനും സാധിച്ചിട്ടില്ല. ഗൾഫിനായി GCC രാഷ്ട്രമാണ്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു KMCC. അപ്പോൾ പലർക്കും കുറേ ഇതാകുമ്പോൾ അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. പഴയ കാലത്ത് ഒരു 13 കൊല്ലത്തിന് മുമ്പാണ് ബൈത്തുറാമ പദ്ധതി ആരംഭിക്കുന്നത്. അന്ന് ആരംഭിക്കുമ്പോൾ ചക്രവർത്തി സാഹിബായിരുന്നു രാഷ്ട്രപതി താമസം. അന്ന് സൗദി KMCC നിർബന്ധിച്ചതുകൊണ്ട് അവർ ചക്രത്തിൻ്റെ സംസ്ഥാനത്തിൽ നിർബന്ധിച്ചതുകൊണ്ടാണ് അവർ 5 ബൈത്തുറാമ തരാൻ പറഞ്ഞത്. ഒരു നിയോജക മണ്ഡലത്തിലേക്ക് ഒരു ബൈത്തുറാമ. അത് പൂർത്തിയാക്കാൻ ഒരു 3 കൊല്ലം 3-4 കൊല്ലം എടുത്തത്. ഇപ്പോൾ ഓരോ വാർഡിലും 10-20 ബൈത്തുറാമകളാണ് മാസം 2 മാസത്തിലോ
ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഈ യോഗം കൂടിയിട്ടിരിക്കുന്നത് നമ്മുടെ 2024-25 കാലയളവിലേക്കുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ യോഗം കൂടിയിട്ടുള്ളത്. വിധവാ പെൻഷനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കിറ്റും വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൂടിയിട്ടുള്ള. അപ്പോൾ നമ്മളെ ബഹ്റൈൻ KMCCയെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലാ KMCCയുടെ പ്രവർത്തകന്മാർ ഏതു കാര്യത്തിലും ജില്ലാ കമ്മിറ്റി എടുക്കുന്ന കാര്യത്തിൽ ഏതു കാര്യത്തിൽ നമ്മൾ കൂടെ ഉണ്ടാവും. എല്ലാ കാര്യം മുന്നോട്ട് പോകാൻ വേണ്ടി അവരുടെ സഹായങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ജില്ലയുടെ 5 മണ്ഡലങ്ങളിലെ എല്ലാ പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി കമ്മിറ്റിയെ ഏത് കാര്യത്തിനും ഏത് ആവശ്യത്തിനും വേണ്ടി അവർ സഹായിക്കലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. 2 വാക്ക് സംസാരിച്ച് ഞാൻ വ്യക്തിയാണ് ഈ പരിപാടിയിലേക്ക് ആശംസ പ്രസംഗം സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ലീഗിൻ്റെയും KMCCയുടെയും പുതിയ കമ്മിറ്റി നിലവിൽ വരികയും ആ പുതിയ കമ്മിറ്റിയുടെ ആദ്യ പ്രവർത്തനം എന്ന നിലയിൽ ഏറ്റവും അനിവാര്യമായ ഏറ്റവും പ്രശംസനീയവുമായ ഒരു പ്രവർത്തനത്തിനാണ് അവർ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗമെന്ന് പറയുന്നത് ഇന്ന് ഏറെ മത്സര സ്വഭാവങ്ങളും അതോടൊപ്പം തന്നെ ഏറെ ചെലവേറിയതുമായ ഒരു സംഭവമായി വിദ്യാർത്ഥിനികളെ ഒരു പ്രോത്സാഹനം എന്ന നിലയിലും അവർക്കൊരു അഭിനന്ദനം എന്ന നിലയിലും അവർ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശ്രദ്ധമായ വ്യക്തിയുമാണ്. മറ്റൊന്ന് നമുക്കറിയാം, സമൂഹത്തിലെ അഭാഗ്യരായി ദുർബലരായപ്പെട്ട വിധവകൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റ് കൺട്രിയിലേക്ക് ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ നാടുകളിൽ നിന്നും ചേക്കേറിയപ്പോഴേക്കും ഉണ്ടായ ഒരുപാട് പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ബഹുമാന്യനാണ്. അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തന രംഗത്ത്, നാട്ടിലെ ഒട്ടനേകം സേവന പ്രവർത്തന രംഗത്ത് എന്നും താങ്ങും തണലുമായി കൊണ്ടുനിന്ന് പ്രവർത്തിക്കുന്നത് KMCCയുടെ പ്രവർത്തനം മാത്രമാണ്. നമുക്കറിയാം, KMCCയുടെ എല്ലാ പ്രവർത്തകന്മാരും എല്ലാ മെമ്പർമാരും ഇത് കോടീശ്വരന്മാരും വൻകിടക്കാരുമാണ്. പാവപ്പെട്ടവരായ ആളുകൾ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി നാട്ടിലെ സർവ്വതും ത്യജിച്ചുകൊണ്ട് മറുനാട്ടിലെ ഒരു വലിയൊരു ഭാഗം നമ്മുടെ സംഘടനയ്ക്കും നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി അവർ ചെലവഴിക്കുകയും അവർ അതിനു വേണ്ടി മനക്കെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ പലവിധ മോഹങ്ങളും ഒരു കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസപരമായി കൊണ്ട് പിന്തള്ളപ്പെട്ടു പോയ ഒരു സമൂഹം ഇന്ന് ഏത് മത്സരത്തിൻ്റെ റിസൾട്ടുകൾ വരുമ്പോഴായാലും, ഇന്ന് ഗ്രാജുവേറ്റിൻ്റെ ആയാലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയാലും അതോടൊപ്പം തന്നെ ഏത് മേഖലകളിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ റിസൾട്ടുകൾ വരുമ്പോൾ, റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും അതിൻ്റെ ഏറ്റവും മുകളിൽ ഏറ്റവും പിന്തള്ളപ്പെട്ടു പോയ സമുദായത്തിൻ്റെ നാമകരണം കടന്നു വരുമ്പോഴേക്ക് തീർച്ചയായും അതിനൊരു ചാലക ശക്തിയുണ്ട്. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം എക്കാലത്തും അധികാരത്തിൽ വന്നിട്ടുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഈ സമുദായത്തിൻ്റെ ഉന്നമനം കാക്ഷിച്ചു വിദ്യാഭ്യാസ വകുപ്പിലൂടെ ഈ സമുദായത്തിനാവാവുന്നതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയും മുസ്ലിം നാടാർ സ്കോളർഷിപ്പ് മഹാനായ CH നടപ്പിലാക്കുകയും അങ്ങനെ മുസ്ലിം വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് കലാലയങ്ങളിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ ഇന്ന് ഒരു ഗവൺമെൻറ് കോളേജ് എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് കോളേജ് എടുത്തു നോക്കിയാൽ അതൊക്കെ ഇന്ന് ഒരു അറബിക് സർവകലാശാലകൾ പോലെ തട്ടമിട്ട മുസ്ലിം തീർച്ചയായും വലിയ ഇതിന് മുന്നോട്ട് വന്ന ബഹ്റൈൻ KMCCയുടെ ജില്ലാ ഭാരവാഹികളെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പഞ്ചായത്തുകളെ നേരിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ജില്ലാ കമ്മിറ്റികൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ബഹ്റൈൻ KMCC
അതിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്ത് MSF കമ്മിറ്റികൾ മുഖേനയാണ് പല വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും വിദ്യാഭ്യാസ സഹായങ്ങളും ഒക്കെ നൽകുന്നത്. അതിനുവേണ്ടി അവർക്ക് ഒരു സഹായം എന്നുള്ള രീതിയിൽ ആദ്യഘട്ടത്തിൽ 10,000 രൂപ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടൊപ്പം ഇവിടെ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് സൂചിപ്പിച്ചു. മാസത്തിൽ 1000 രൂപ വിധവകൾക്ക് പെൻഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു സർക്കാർ പെൻഷൻ പോലും 1500 രൂപയാണ് കിട്ടുന്നത്. അത് ഒരു വർഷത്തെയും 1.5 വർഷത്തെയും ഒക്കെ പെൻഡിങ്ങായി നിൽക്കുന്ന സമയത്താണ് പോഷക സംഘടന ഇത്തരം മാതൃകാപരമായ പദ്ധതികളുമായി മുന്നോട്ട് വരുന്നത്. KMCCയെ സംബന്ധിച്ചിടത്തോളം KMCC എല്ലാ സമയത്തും, അത് ബഹ്റൈൻ KMCC ആണെങ്കിലും ദുബൈ KMCC ആണെങ്കിലും ഖത്തറാണെങ്കിലും സൗദി ആണെങ്കിലും എല്ലാ സമയത്തും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടികളും ധനസഹായ വിതരണവും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഖത്തർ KMCCയുടെ ഒരു സ്കോളർഷിപ്പ് പരിപാടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചൊവ്വാഴ്ച ദുബൈ KMCC ജില്ലാ കമ്മിറ്റിയുടെ ഒരു ധനസഹായ പദ്ധതി വിതരണം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനായ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്ന 10-20 ദിവസം കാണുന്നത് മുസ്ലിം ലീഗ് കമ്മിറ്റികൾ മുഖേന KMCC നൽകുന്ന സഹായത്തെക്കുറിച്ചാണ്. ഞാനിത് പറയുന്നത്, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും സംഘടനാ രാഷ്ട്രീയത്തിനും അപ്പുറം ജനങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഉദ്ഘാടകനൊക്കെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിനും വിദ്യാർത്ഥികളുടെ അഭിവൃദ്ധിക്കും ഒക്കെ വേണ്ടിയാണ് 26ാമത്തെ ദിവസമാണ് ഇന്ന്. മുസ്ലിം ലീഗ് പാർട്ടി ഈ 26 ദിവസത്തിനിടയിൽ ചെയ്ത നന്മകൾ നിങ്ങളിൽ പലർക്കും അറിയും. അറിയാതെ ചെയ്തതും അറിഞ്ഞു ചെയ്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിഞ്ഞു ചെയ്ത ഒരു പദ്ധതിയാണ് ഇന്നലെ ഇപ്പോൾ ഏകദേശം സർക്കാർ തയ്യാറാക്കിയ 600 ചില്ലാനം ആളുകൾക്ക് 15,000 രൂപ പോലെ ധനസഹായം ഇന്നലെ മുസ്ലിം ലീഗ് നൽകി. സർക്കാർ പോലും ഈ സമയം വരെ 10,000 രൂപ മാത്രമേ ആളുകൾക്ക് നൽകിയിട്ടുള്ളൂ. മുസ്ലിം ലീഗ് 15,000 രൂപ വീതം നൽകി. അതുപോലെ തന്നെ ഏകദേശം 44 ആളുകൾക്ക്, 44 വ്യാപാരികൾക്ക് അവരുടെ കച്ചവടം നഷ്ടപ്പെട്ട ആളുകൾക്ക് 50,000 രൂപ വീതം അവർക്ക് നൽകി. ജീപ്പ് നഷ്ടപ്പെട്ട 4 ആളുകൾക്ക് ജീപ്പ് നൽകി. ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഓട്ടോറിക്ഷ നൽകി. ഇപ്പോൾ ഏകദേശം 100 വീടുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 8 സെൻറ്റ് സ്ഥലവും അതിൽ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ 15 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന 100 വീടുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടി നൽകി. ഈ ദുരന്തമുണ്ടായതിൻ്റെ 3ാമത്തെയോ 4ാമത്തെയോ ദിവസം ഏകദേശം 5,000 രൂപ വീതം അവിടെ ഉണ്ടായ 700ഓളം ആളുകൾക്ക്, ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് അറിയാതെ ധനസഹായം നൽകിയിട്ടുള്ളൂ. ഇത് ഇന്നലെ ധനസഹായം നൽകിയ കാര്യമൊക്കെ ഇന്ന് പത്രത്തിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് നമ്മൾ പൈസ സ്വരൂപിച്ചത് ആപ്പ് വഴിയാണ്. എല്ലാ ആളുകളിൽ നിന്ന് ഏകദേശം 29 കോടി രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് നൽകുന്ന തുകയുടെ കണക്ക് ആ ആപ്പ് വഴി തന്നെ അറിയിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ കണക്ക് പത്രങ്ങളിലൊക്കെ വരുന്നത്. അങ്ങനെ ഒരു സർക്കാർ സംവിധാനത്തെക്കാളേറെ മുസ്ലിം ലീഗ് KMCC പ്രവർത്തനമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ബഹ്റൈൻ KMCCയുടെ ഒരു സഹായത്തോടുകൂടി തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു പ്രോത്സാഹന കിട്ടിയതിലൂടെ നൽകുന്നത്, അതിൽ അവരുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് മാറ്റിവെച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ സഹായിക്കുന്നത്. അതിന് അവർക്ക് അള്ളാഹു ആരോഗ്യാഫിയത്ത് നൽകട്ടെ എന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. സർക്കാർ പെൻഷൻ പേരിന് മാത്രമാണ് ഇപ്പോൾ. ഓണമോ വിഷു വരുമ്പോൾ 1 മാസത്തെ 2 മാസത്തെ പെൻഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. വളരെ വർഷത്തെ ട്രെൻഡിങ്ങിലുള്ളതല്ല. എപ്പോൾ കൊടുക്കുന്നുള്ളത് നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അതും വർഷം മസ്റ്ററിങ് നടത്തി എത്ര ഒരു വർഷത്തിൽ 30-40% ആൾക്കാരെ ഒഴിവാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പേർക്ക് കിട്ടാതെ വളരെ പ്രയാസങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സാക്ഷരതാ വേദിയിൽ നമ്മുടെ ലീഗിൻ്റെ വേറെ KMCCയുടെ ട്രഷറർ പറഞ്ഞതുപോലെ എല്ലാ KMCCകളും നമ്മുടെ ഇടയിലുള്ള വിധവളയായാലും വിദ്യാഭ്യാസപരമായാലും വിദ്യാഭ്യാസത്തിനാണ് വളരെ മുൻതൂക്കം നൽകുന്നത്. പണ്ടൊക്കെ കാസർഗോഡ് ജില്ല വിദ്യാഭ്യാസ മേഖലയുടെ പിന്നോക്കം നിന്ന ജില്ലയായിരുന്നു. അതൊക്കെ പ്രവർത്തന ഉദ്ഘാടനത്തിൻ്റെ പ്രഖ്യാപിച്ച പരിപാടിയുടെ പെൻഷൻ, അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹന വിതരണ പരിപാടിയാണ് ഇവിടെ നടന്നത്. ഈ പരിപാടി KMCC സംസ്ഥാന
رقت عيناي شوقا ولطيبة ذرفت عشقا فأتيت إلى حبيبي فاهتايا قلب ورفقا صلي على محمد. السلام عليك يا رسول الله، السلام عليك حبيبي يا نبي الله، السلام عليك يا رسول الله، السلام عليك حبيبي يا نبي الله يا رسول الله. رقت عيناي شوقا ولطيبة ذرفت عشقا فأتيت إلى حبيبي فاهتايا قلب ورفقا صلي على محمد. السلام عليك يا رسول الله، السلام عليك حبيبي يا نبي الله، السلام عليك يا رسول الله، السلام عليك حبيبي يا نبي الله يا رسول الله. رقت عيناي شوقا ولطيبة ذرفت عشقا فأتيت إلى حبيبي فاهتايا قلب ورفقا صلي على محمد. السلام عليك يا رسول الله، السلام عليك حبيبي يا نبي Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasar, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55 488 910. Venus Trading and Services near Al Said Bakery in Muntasar, Doha. Partner with Al Farha Tours and Service.
Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com.